നമ്മുടെ ഈ ഒരു സെഗ്മെന്റ് കാറുകളിൽ വേറെ ആരും കൊടുക്കാത്ത പ്രീ സേഫ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ, നമ്മുടെ പ്രീ സേഫ് എന്നാണ് ആ കാർ. അതായത് നമ്മുടെ വണ്ടി എപ്പോഴെങ്കിലും ഒരു ആക്സിഡന്റ് സിറ്റുവേഷൻ പ്രോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ നമ്മുടെ വണ്ടി നമുക്ക് തരുന്ന കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സിനെയാണ് ഈ പ്രീ സേഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ട്രൈസ്റ്റാറിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ എന്ന് പറഞ്ഞാൽ ആകാശം, അതുപോലെ ഭൂമി, ജലം, അതായത് ഈ 3 ടെറൈൻസ് അല്ലെങ്കിൽ 3 സ്ഥലത്തും മെർസിഡീസ് ബെൻസ് റോൾ ഔട്ട് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവർ ലോഗോ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. 72 ലക്ഷം രൂപ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന മെർസിഡീസ് ബെൻസിൻ്റെ ഒരു ഇലക്ട്രിക് കാറിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇത് മെർസിഡീസ് ബെൻസിൻ്റെ ഏറ്റവും പുതിയ EQA 250+ എന്ന് പറയുന്നൊരു മോഡലാണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, അതുപോലെ ഫേസ്ബുക്ക് പേജ് എല്ലാം ഒന്ന് ഫോളോ ചെയ്യുക. അഗെയിൻ വെൽക്കം ടു റോബ് മൈ ഷോ. ലോകത്ത് ആദ്യമായിട്ടൊരു കാർ ഉണ്ടാക്കുന്ന കമ്പനി എന്ന് പറയുന്ന മെർസിഡീസ് ബെൻസ് ആണ്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഫോർഡാണെന്ന് പഠിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെർസിഡീസ് ബെൻസ് ആണ്. 1886 തന്നെ ഒരു കാർ ഉണ്ടാക്കുകയും അതിന് പേറ്റൻറ്റ് കൊടുക്കുകയും ചെയ്തൊരു കമ്പനിയാണ് മെർസിഡീസ് ബെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരുപാട് വാഹനങ്ങൾ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ ചേട്ടച്ചാരെന്ന് പറയുന്ന EQS നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് EQA ആണ്. EQA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രിക്കിൻ്റെ തന്നെ ഒരു സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ EQ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത്. അപ്പം A എന്ന് പറയുന്നത് ഇലക്ട്രിക് അത്ലറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ നോർമലി ബെൻസിൻ്റെ വാഹനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്റ്റാർട്ടിങ്, അതായത് ഓരോ വേരിയൻറ്റിനകത്തും ഓരോ ടൈപ്പ് വാഹനങ്ങളിനകത്തും സ്റ്റാർട്ടിംഗ് വേരിയൻസിനാണ് A കൊണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഇലക്ട്രിക്കിൽ തന്നെ ഏറ്റവും സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ആയിട്ട് വരുന്ന ഒരു വാഹനമാണ് EQA എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ 250+ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസൈനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയാം. പ്രധാനമായിട്ട് പറയേണ്ടത് ഇതൊരു ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു റേഞ്ചാണ്. ഒരു ഫുൾ ചാർജിൽ തന്നെ 560 കിലോമീറ്ററാണ് പറയുന്നത്. അതായത് 480 to 560 കിലോമീറ്റേഴ്സ് വരെയാണ് ഈ വാഹനത്തിൻ്റെ അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അതായത് നമുക്ക് റിയൽ ലൈഫിൽ 480 എന്താണെങ്കിലും കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിയാണ്. നമുക്ക് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൂടെയാണ്. അതായത് നമുക്ക് ഇന്ന് റേഞ്ച് ആൻസൈറ്റി ഒരു വലിയ പ്രശ്നമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നേരത്തെ ഒരു ടാറ്റയുടെ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ ഒരു ഇലക്ട്രിക് കാർ കൊണ്ടുപോയി 1% ചാർജിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് നമ്മൾ റേഞ്ച് ആൻസൈറ്റിയുടെ ഒന്ന് ലോങ് റേഞ്ചാണ്. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചാർജിങ്ങിൻ്റെ സ്പീഡാണ്. 30 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം വാഹനം 80% നമുക്ക് ചാർജ് ചെയ്യാണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ഏകദേശം ഒരു 400 കിലോമീറ്റർ അല്ലെങ്കിൽ 350 കിലോമീറ്റർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്തതിന് ശേഷം നമ്മളൊരു ചായയുടെ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് വാഹനം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 7 കിലോവാട്ടിൻ്റെ ചാർജ്, അതുപോലെ 11 കിലോവാട്ടിൻ്റെ ചാർജ്, അങ്ങനെ ഈ 3 ചാർജിങ് ഓപ്ഷൻസ് ആണ് വാഹനത്തിനകത്ത് ഉപയോഗിക്കുന്നത്. അതായത് 100 കിലോവാട്ട് സ്പീഡ് വരെയാണ് ഇതിൻ്റെ ഒരു ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ചാർജിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ മെർസിഡീസ് ബെൻസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വെച്ചാൽ വേൾഡിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വാഹനങ്ങളും ഏറ്റവും ടെക്നോളജി പരമായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻസും കൊണ്ടുവരുന്ന കമ്പനിയാണ് മെർസിഡീസ് ബെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിലേക്ക് വരുമ്പം, അതായത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനമാണ്, അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള ബെൻസിൻ്റെ ഒരു ഇലക്ട്രിക് വാഹനമാണ്. അതൊരു പ്രീമിയം ക്ലാസ് കസ്റ്റമേഴ്സാണ് പൊതുവേ ഒരു മെർസിഡീസ് ബെൻസ് എന്ന് പറഞ്ഞൊരു വാഹനം എടുക്കുന്നത്. കാരണം നമുക്കറിയാം പല രാജ്യങ്ങളുടെയും രാഷ്ട്രത്തലവന്മാരുൾപ്പെടെയുള്ള ആൾക്കാർ പ്രിഫർ ചെയ്യുന്നൊരു വണ്ടിയാണ് മെർസിഡീസ് ബെൻസ് എന്ന് പറയുന്നത്. അപ്പം അത്രയും പ്രീമിയം ആയിട്ടുള്ള വാഹനത്തിൻ്റെ ഏറ്റവും വില കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് കാറാണ് EQA എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് പറയുന്നത് 72.49 lakhs ആണ് പറയുന്നത്. നമുക്ക് ഈ വാഹനം തന്നിരിക്കുന്ന കോസ്റ്റൽ സ്റ്റാർ എന്ന് പറയുന്ന നമ്മുടെ ട്രിവാൻഡ്രത്തെ മെർസിഡീസ് ബെൻസിൻ്റെ ഷോറൂമിൽ നിന്നാണ്. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഷോറൂം ഇവിടെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലോഞ്ച് ആവും. അപ്പോൾ നമുക്കറിയാം ട്രിവാൻഡ്രം വലിയ സിറ്റി ഹബ്ബായിട്ട് മാറുന്ന സമയത്ത് മെർസിഡീസ് ബെൻസും അവരുടെ സ്വന്തമായിട്ടുള്ള സ്ഥാപനം അവിടെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഏറെ സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്രോസ് ഓവർ ആയിട്ട് വരുന്ന ഒരു SUV ആയിട്ട് വരുന്ന ഒരു വാഹനമാണ്. അപ്പം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു വാഹനമാണ്. ഒരുപാട് വലിയ വലിപ്പമുള്ളൊരു വാഹനമല്ല, എന്നാൽ പോലും ഇന്ത്യയിൽ ഒരുപാട് സ്പേസസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കമ്പാരിറ്റീവ്ലി പറയുന്നത് ഇവരുടെ GLA പോലുള്ള വലിയ വാഹനങ്ങളും അതുപോലെ മെർസിഡീസ് ബെൻസിൻ്റെ പല വാഹനങ്ങൾക്കും ഇച്ചിരി സൈസ് കൂടുതലുണ്ട്. അതായത് ആ റോഡ് നിറഞ്ഞാണ് വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആൻഡ് ക്യൂട്ടായിട്ട് വരുന്ന ഒരു ഇലക്ട്രിക് കാറാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാറാണ്. അഫോർഡബിൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ സാധാരണക്കാർക്ക് എങ്ങനെ, സാധാരണക്കാരെന്നുള്ളതല്ല, നമുക്ക് ഒരു റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സിന് എന്താണെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് കാറാണ്. കാരണം നമുക്കറിയാം ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ എന്നല്ല, പക്ഷേ ഇലക്ട്രിക് കാറിൻ്റെ റേഞ്ചിൽ നോക്കുവാണെങ്കിൽ അയോണിക് 5 ഉണ്ട്, ഏകദേശം ഒരു 58 ലക്ഷം രൂപ വില വരും. അതുപോലെ തന്നെ നമുക്ക് EV6 കിയയുടെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ വില വരുന്നതിൻ്റെ കൂട്ടത്തിൽ മെർസിഡീസ് ബെൻസിൻ്റെ ഒരു വാഹനം 72 lakhs വാങ്ങിക്കുക, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ലുക്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ആ ഒരു മനോഹരമായിട്ടുള്ള ബോണറ്റ് ഹുഡ് കാണാം അവിടെ.
മെർസിഡീസ് ബെൻസിൻ്റെ മോണോഗ്രാം നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേന് ആ വലിയ ട്രൈസ്റ്റാർ ലോഗോ ആണ് അവിടെ വരുന്നത്. ട്രൈസ്റ്റാർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഈ ട്രൈസ്റ്റാറിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ എന്ന് പറയുന്നത് ആകാശം, അതുപോലെ ഭൂമി, ജലം. അതായത് ഈ 3 ടെറൈൻസ് അല്ലെങ്കിൽ 3 സ്ഥലത്തും മെർസിഡീസ് ബെൻസ് റോൾ ഔട്ട് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവർ ലോഗോ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളത് വാഹനത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്രില്ലാണ്. ഒരു ക്രോസിലായിട്ട് വരുന്നൊരു ഗ്രില്ലാണെങ്കിൽ പോലും മെർസിഡീസ് ബെൻസിൻ്റെ ലോഗോ ഒക്കെ പതിപ്പിച്ച മെർസിഡീസ് പാറ്റേണിലാണ് അത് വന്നിരിക്കുന്നത്. അതും നല്ലൊരു ഫിനിഷിലുള്ള ഒരു ബ്ലാക്ക് ഫിനിഷിലാണ്, ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. പ്രത്യേകിച്ച് ആ മെർസിഡീസ് ബെൻസിൻ്റെ ആ ഒരു ഈ പറയുന്ന ഒരു ട്രയാരോ നമുക്ക് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഭയങ്കര ഒരു ആഡിത്യമുള്ള ഒരു ഫ്രണ്ട് ഫേസ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വാഹനത്തിൻ്റെ ലൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മെർസിഡീസ് ബെൻസിൻ്റെ LED ഹൈ പെർഫോമൻസ് ആയിട്ട് വരുന്ന LED ഹെഡ് ലാംപ്സ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ക്യൂസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ലക്ഷോപലക്ഷം ക്രിസ്റ്റൽസ് അടങ്ങിയിരിക്കുന്ന അടിപൊളി ഒരു ലൈറ്റ്സ് ആണ് ഈ ക്യൂസിനകത്തുള്ളത്. അപ്പം ഇതൊരു ബഡ്ജറ്റ് ലെവൽ വാഹനം ആയതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും ക്ലിയർ വിഷൻ ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെർസിഡീസ് ബെൻസിൻ്റെ ലൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈ വിസിബിലിറ്റി ആണ് റോഡിൽ. അത് നിങ്ങൾ ഏത് വണ്ടി എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാലും നമുക്ക് അത് മനസ്സിലാവും. അവരുടെ ലൈറ്റ്സിന് ഭയങ്കര, അവരുടെ കണ്ണുകൾക്ക് അത്രയും പ്രത്യേകത ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് ഹൈ പെർഫോമൻസ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ഈ ഒരു വാഹനത്തിനകത്ത് ADAS ലെവൽ 2 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം മെർസിഡീസ് ബെൻസ് മാക്സിമം ഇന്നോവേഷൻസ് ADAS ലെവൽ 2 കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വണ്ടിയുടെ ലൈറ്റ് സെൻസ് ചെയ്തിട്ട് ഇത് ഡിമ്മും ബ്രൈറ്റും ഒക്കെ ആക്കി കൊടുക്കുന്ന ഒരു ഫീച്ചറും കൂടെ വാഹനത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ്. അതൊന്നും പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത്രയും പ്രീമിയം വണ്ടിക്ക് അത് പിന്നെ അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവുന്നല്ലേ. അതുപോലെ തന്നെ ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബമ്പർ ഏരിയയും കാര്യങ്ങളൊക്കെ കാണാം. ഒരു സ്പ്ലിറ്റ് ആയിട്ട് വരുന്നൊരു ബമ്പറല്ല, എന്നാലും ഈ പറയുന്ന ഒരു ക്രോമിൻ്റെ ഗാർണിഷിംഗ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ആ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു വശത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഇൻസേർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് സെൻസേഴ്സ് വാഹനത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന് സൈഡ് പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് നോക്കാം. ഇതിന് ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 4463 മില്ലിമീറ്റർ ആണ്. അതുപോലെ 2729 മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട്. അപ്പോൾ ഈ വീൽ ബേസിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു 5 സീറ്റർ ആയിട്ട് വരുന്ന കാരണം നമ്മുടെ നാട്ടിലുള്ള 5 സീറ്റർ കാർ നോർമലി വരുന്ന സമയത്ത് അതിന് മിക്കതും സബ് 4 മീറ്റർ ഒക്കെ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ അതിനകത്ത് തന്നെ ഏകദേശം 2500 മില്ലിമീറ്റർ ഒക്കെ വീൽ ബേസ് ഉണ്ടാവുള്ളൂ, അല്ല 520 ആ റേഞ്ചിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് 2700 അതിൻ്റെ മുകളിലേക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ വാഹനത്തിനകത്ത് സ്പേസ് എന്തുമാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഒരു കൺജഷനും ഇല്ലാതെ നമുക്ക് അകത്ത് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കാം. ഞാൻ അകത്തേക്ക് കയറുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇനി വാഹനത്തിൻ്റെ നമുക്ക് ടയേഴ്സിലേക്ക് കാര്യങ്ങളിലേക്കോ വരാം. ഇത് നമുക്ക് 19 ഇഞ്ച് വീൽ പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. MOE ടയേഴ്സാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. കോണ്ടിനെൻ്റലാണ് ഈ വാഹനത്തിനകത്ത് ടയേഴ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വീലാർക്കിൻ്റെ മുകളിലായിട്ട് നമുക്കിവിടെ ഒരു ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് ഇതിൻ്റെ പെയിൻറ്റ് കളേഴ്സ് ഭയങ്കര അട്രാക്റ്റീവ് ആണ് കേട്ടോ. അത് നമുക്കൊരു എന്താ പറയുക, ഒരു ബ്ലൂ എന്നല്ല പറയുന്നത്, പക്ഷേ ഇതിലൂടെ ഡാർക്കറായിട്ട് വരുന്നൊരു ബ്ലൂ കളറാണ്. നമുക്ക് 7 കളേഴ്സിൽ നമുക്ക് വാഹനം കിട്ടും. അതുപോലെ 2 കളേഴ്സിന് പേബിൾ ആയിട്ടുള്ള 2 കളേഴ്സും കൂടെ വാഹനത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്കിവിടെ ഈ പറയുന്ന ORVM നമുക്ക് കാണാം. ORVMൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കും. അതിനകത്ത് 360 ഡിഗ്രി ക്യാമറയ്ക്കകത്തുള്ള ആ ഒരു മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്, ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വലിയൊരു ഫാൻസി ഫീച്ചറായിട്ട് ഇന്ന് പറയാൻ പറ്റില്ല, കാരണം ഇന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ കാറിനകത്തും 360 ഉണ്ട്. പക്ഷേ മെർസിഡീസ് ബെൻസിലേക്ക് വരുമ്പം കുറച്ചും കൂടെ സെൻസർ ഇൻറ്റിഗ്രേറ്റഡ് ആണ്. അതായത് ആ ഒരു നമ്മൾ ADAS ലെവൽ ഓൾറെഡി ഉണ്ടെങ്കിൽ പോലും ഈ വാഹനത്തിന് കുറച്ചും കൂടെ സുരക്ഷ കൂട്ടാൻ വേണ്ടി ഈ ഒരു ക്യാമറാസിൻ്റെയും സെൻസേഴ്സിൻ്റെ ഒക്കെ ഫംഗ്ഷൻ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്തിട്ടാണ് മെർസിഡീസ് ബെൻസിൽ പ്രവർത്തിക്കുന്നത്. അതായത് പേരിനുള്ള ഒരു ADAS അല്ല മെർസിഡീസ് ബെൻസിലുള്ളതെന്നാണ് പറഞ്ഞു വരുന്നത്. EQS ചെയ്ത സമയത്ത് നിങ്ങൾക്കറിയാം, അതായത് EQSൻ്റെ സസ്പെൻഷനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ GPS വെച്ച്, അതായത് നമ്മളിപ്പോൾ ഒരു കട്ടറുള്ള റോഡിൽ കൂടെ പോയി അടുത്ത പ്രാവശ്യം കട്ടറുള്ള റോഡിൽ കൂടെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അഡ്ജസ്റ്റ് ചെയ്യും. അത് EQSലേക്കാണ് വരുന്നത് കേട്ടോ. EQS എന്ന് പറയുമ്പോൾ S ക്ലാസ്സിലേക്കാണ് വരുന്നത്. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു ബേസിക് വേരിയൻ്റ് ആയതുകൊണ്ട്, പക്ഷേ സസ്പെൻഷൻ്റെ കാര്യത്തിൽ, യാത്രാസുഖത്തിൻ്റെ കാര്യത്തിലൊന്നും മെർസിഡീസ് ബെൻസിൻ്റെ കാര്യത്തിൽ ഞാൻ പിന്നെ ഒരു തർക്കം അല്ലെങ്കിൽ ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും സുഖകരമായിട്ടുള്ളൊരു സസ്പെൻഷനാണ് വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ 4 വീലുകളും ഡിസ്ക് ബ്രേക്കുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു നമുക്ക് A പില്ലറും B പില്ലേഴ്സും ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. നമുക്ക് ഇതിനകത്ത് ടിൻറ്റഡ് ആയിട്ട് വരുന്ന ഗ്ലാസ്സുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഒരു ക്രോമിൻ്റെ ഒരു എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഭംഗിക്ക് വേണ്ടിയാണ്. പിന്നെ അവിടെ ഒരു റൂഫ് റെയിൽ എലമെൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഈ കൂടാതെ വാഹനത്തിനകത്ത് നമുക്കൊരു പാൻഡമിക് ആയിട്ട് വരുന്ന ഒരു സൺറൂഫ് ഉണ്ട്. അപ്പോൾ അകത്ത് കയറുന്ന സമയത്തേക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പം ബാക്ക് സെറ്റ് വീൽസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഏറ്റവും പുറയിൽ ഈ വാഹനത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഇതിൻ്റെ ബാക്കിലെ ആ വലിയ LED ലാംപ്സ് ആണ് കേട്ടോ. ഇതാണ് നോക്കി, ഇതിനകത്തൊക്കെ ഉണ്ട് ഒരു പ്രത്യേക ചേമ്പേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഭയങ്കര രസമുണ്ട്. രാത്രി ഇത് കത്തി നിൽക്കുന്ന സമയത്ത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ലാംപ്സ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്റ്റഡ് ആയിട്ട് വരുന്ന LED
ടെയിൽ ലാംപ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇലക്ട്രിക്കിൻ്റെ ഒരു ഫിലോസഫി അനുസരിച്ച് വേൾഡിലുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള ഉൽപ്പാദിപ്പിക്കുന്ന കാറുകളും ഇലക്ട്രിക് കാറുകൾ വരുന്ന സമയത്ത് ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ് പൊതുവേ കണ്ടുവരുന്നത്. നിങ്ങൾ അല്ലാത്ത ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. LED ടെയിൽ ലാംപ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ വശത്തേക്ക് വരുമ്പോൾ EQI 250+ എന്ന് പറയുന്ന അതിൻ്റെ ബാഡ്ജ് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് മെർസിഡീസ് ബെൻസിൻ്റെ ലോഗോ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഈ ലോഗോയ്ക്കുള്ളൊരു പ്രത്യേകതയുണ്ട്. ഈ ലോഗോ എന്ന് പറയുന്നത് ശരിക്കും ഈ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. 340 ലിറ്ററിൻ്റെ ബൂട്ടാണ് നമ്മളിത് പ്രസ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനടിയിലൊരു ക്യാമറയുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ബി റോളായിട്ട് ഇവിടെ കൊടുക്കാണ്ട് നമുക്ക് ശ്രമിക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ആ ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്തതായിട്ട് വരുന്നതാണ് കാണാം. 350 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണുള്ളത്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കീ നമ്മളിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് നമ്മൾ താക്കോൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ വാതിൽ ഇത് പ്രസ് ചെയ്തിട്ടായിരിക്കും അടയ്ക്കുന്നത്. ഇത് പ്രസ് ചെയ്ത് അടയ്ക്കുന്നത് നമ്മൾ താക്കോൽ അകത്താണെന്നുണ്ടെങ്കിൽ വാഹനം ലോക്ക് ആകത്തില്ല. പക്ഷേ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡോർ നമുക്ക് അടയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് ഈ വാഹനത്തിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. അപ്പോൾ ചാർജിങ് പോർട്ട് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് പോർട്ട് ഓപ്പൺ ആയിട്ട് കാണാം. അതായത് ഫാസ്റ്റ് ചാർജറും CCS2 ആണ് 2 ചാർജേഴ്സ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സൈഡിലുള്ള കാഴ്ച എന്ന് പറയുന്നത്. നമുക്ക് ഇനി അകത്തേക്ക് പോകാം. ഇനി ഒരു ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇനി ബാക്കി വിശേഷങ്ങൾ പറയാം. EQ എന്ന് പറയുന്ന ഈ ലക്ഷറി ഇലക്ട്രിക് ബെൻസിൻ്റെ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, മറ്റേ 2700+ നമുക്ക് ലെഗ് സ്പേസ് ഉള്ളതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾ കണ്ടോ. എന്തുമാത്രം ലെഗ് സ്പേസ് ആണ്. രാജകീയമായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കുറച്ച് ലോ പ്രൊഫൈലിൽ വരുന്ന സീറ്റ്സ് ആണ്. ലോ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ താന്നിരിക്കുന്ന സീറ്റുകളാണ്. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള ലെതറേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല നീറ്റായിട്ടുണ്ട്. പിന്നെ അകത്ത് കണ്ടോ ഈ ഒരു നമ്മൾ കാലൊക്കെ വെക്കുന്ന ഏരിയ ഒക്കെയാണെന്ന് പറയാൻ നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഈ വശത്തേക്ക് വരുവാണെങ്കിൽ AC യുടെ വെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫോണൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു റാക്കുണ്ട്. അതുപോലെ 2 C പോർട്ടുകളും ഫോൺ ചാർജ് ചെയ്യുന്നതിനായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഈ ഒരു വശത്തേക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്കിവിടെ ഇപ്പോൾ സൺറൂഫ് അടച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പോർഷനൊക്കെ നമുക്ക് ഓപ്പൺ ആകുന്ന രീതിയിലേക്കൊക്കെയാണ് നമുക്ക് സൺറൂഫ് അതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ഗ്രാബ് റെയിൽസ് ഉണ്ട്. അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു റീഡിംഗ് ലാംപ്സും ഈ വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന് സീറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 3 സീറ്റ്സിനും ഹെഡ് റെസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് സുഖകരമായിട്ടിരിക്കാം. ഇത് കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു ആം റെസ്റ്റും അതുപോലെ തന്നെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. സാധാരണ കാറുകളിലൊക്കെ ഇവിടെ 2 ഹോളായിട്ട് വരുന്നെങ്കിൽ സെപ്പറേറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 കപ്പ് ഹോൾഡേഴ്സും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സീറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ വാഹനത്തിൻ്റെ ഡ്രൈവിലേക്ക് പോകുന്ന സമയത്താണ് വാഹനത്തിലെ ബാക്കിയുള്ള ഇൻറ്റീരിയർ ആയിട്ടുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള കാറിൻ്റെ ഡ്രൈവിലേക്ക് പോകണം. നമ്മുടെ സുവിചേട്ടനാണ്. സുവിചേട്ടൻ നമസ്കാരം. ജസ്റ്റ് ഒന്ന് പൈസ കാണിക്കുമോ? സുവിചേട്ടൻ നമ്മുടെ കോസ്റ്റൽ സ്റ്റാറിനാണ് ഈ വണ്ടി നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ചേട്ടാ നമുക്കൊന്ന് വർത്താനൊക്കെ പറഞ്ഞതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് നമ്മൾ ഔട്ടർ ഇപ്പം ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ വാഹനത്തിന് ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു ഫീലാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ക്രീൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടൊരു സിംഗിൾ സ്ക്രീനായിട്ട് കൊടുത്തിരിക്കുകയാണ്. 10.25 ഇഞ്ചിന് 2 സ്ക്രീൻസ് ആണ് വരുന്നത്. ഒരെണ്ണം നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും 1 ഇൻസ്ട്രുമെൻറ്റ് പാനലുമായിട്ടാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിനകത്ത് എനിക്ക് തോന്നുന്നു ഇൻഫോർടൈൻമെൻറ്റ് കൊടുത്തിരുന്നത് ബർമിസ്റ്ററാണ് അല്ലേ? ബർമിസ്റ്ററാണ്. ഏകദേശം 12 സ്പീക്കേഴ്സ് ഉണ്ട്. 710 വാട്ട്സിൻ്റെ മ്യൂസിക് 710 വാട്ട്സിൻ്റെ നമുക്ക് അത്ര 12 സ്പീക്കേഴ്സോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റിയാണ്. പക്ഷേ നമുക്ക് ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രഷർ കേട്ടാൽ മനസ്സിലാകത്തില്ല. അതുപോലെ കോപ്പിറൈറ്റിന് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം സൗണ്ട് കേൾപ്പിക്കുന്നില്ല. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര പ്രീമിയമാണ്. പ്രത്യേകിച്ച് മെർസിഡീസ് ബെൻസിൻ്റെ ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിൽ പോലും ഈ 2 സ്ക്രീൻസ് ഭയങ്കര അട്രാക്റ്റീവാണ്. പ്രത്യേകിച്ച് AC യുടെ വെൻസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ ഒക്കെ ഒരു എഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു ടർബൈൻ ഇൻസ്പയർഡ് ആയിട്ട് വരുന്ന എഞ്ചിൻസാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കളറാണ്. ഒരു കോപ്പർ ഫിനിഷിലുള്ള കളേഴ്സൊക്കെ വാഹനത്തിനകത്ത് ആ ഒരു ഭാഗത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡാഷിൻ്റെ ഏരിയയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ആ ഒരു ട്രൈസ്റ്റാർ അല്ലെങ്കിൽ ആ ഒരു മെർസിഡീസ് ബെൻസിൻ്റെ ലോഗോ ഡിസൈൻ അവിടെ ഇലിമിനേറ്റഡ് ആണല്ലേ? അത് നല്ല ഭംഗിയായിട്ട് ഇലിമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ലോഗോ. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണുമെന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ വാഹനത്തിനകത്ത് ഇവിടെ എല്ലാ ആംബിയൻ ലൈറ്റ്സിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 64 കളറിലുള്ള ആംബിയൻ ലൈറ്റ്സ് വാഹനത്തിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഒരു 2 സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് വരുന്ന ഒരു AC ആണ്. 2 വശത്ത് നമുക്ക് 2 ടെമ്പറേച്ചേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. ലെതറേറ്റ് ആയിട്ട് വരുന്ന സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റ് 8 തരത്തിൽ നമുക്ക് ഫ്രണ്ടിൽ 2 സീറ്റ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ സീറ്റിനകത്ത് എന്തൊരു ഫീച്ചർ ഉണ്ടെന്ന് പറഞ്ഞില്ല, നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാതിരിക്കാനായിട്ട് സീറ്റ് കൈനറ്റിക്സ് എന്നൊരു ഫീച്ചറാണ്. സീറ്റ് കൈനറ്റിക്സ് അല്ലേ? അതെന്താ സംഭവം? അതായത് ഇത് ഓർത്തോപീഡിക് ഡിസൈൻ സീറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ്സ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ സീറ്റ് കൈനറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രൈവർ സീറ്റും കോ പാസഞ്ചർ സീറ്റും കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ സീറ്റ് മൂവ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിലോട്ട് പല
നമ്മളിങ്ങനെ സീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മൂവ്മെന്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി ടയർഡ് ആവുന്നത് കുറവായിരിക്കും. പിന്നെ നമ്മുടെ AC-യുടെ ത്രോ നമ്മുടെ ശരീരത്തിൽ ഫുൾ ആയിട്ട് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും അല്ലേ? അപ്പൊ അങ്ങനെ ദീർഘദൂര യാത്രയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. സീറ്റ്സ് അത്രയും കംഫർട്ടബിൾ ആണ്. കംഫർട്ട്നെസ് കൂട്ടാൻ പറ്റും. ഓർത്തോപീഡിക് ഡിസൈൻഡ് ആണ്. ഓർത്തോപീഡിക് ഡിസൈൻ ശരി. നല്ല നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ഫീൽ കിട്ടുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. പിന്നെ സ്റ്റിയറിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെതർ റാപ്ഡ് ആയിട്ട് വരുന്ന നാപ്പ ലെതർ റാപ്ഡ് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ്സ് ആണ്. ഇതിനകത്ത് ഒരുപാട് കൺട്രോൾസ് നമുക്കൊരു ഫിജിറ്റൽ ആയിട്ടാണ് വരുന്നത്. അതായത് നമുക്കൊരു ടച്ച് പ്ലസ് ഇതായിട്ട് വരുന്ന ഒരു സീറ്റ് ഇതായിട്ടാണ് വരുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് അഡാസ് ലെവലുകൾക്ക് വേണ്ടിയുള്ള ഒരുപാട് സ്വിച്ചസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇതിന് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട് എന്നുള്ളതാണ്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം തൊട്ട് മുമ്പിലത്തെ വണ്ടിയുടെ സ്പീഡുമായിട്ട് മാച്ച് ചെയ്ത് നമ്മുടെ വണ്ടി അതിന്റെ പുറകെ ഫോളോ ചെയ്ത് പോകുന്നത് പോലെ, അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ആക്സിഡൻസിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എമർജൻസി ബ്രേക്കിംഗ് അങ്ങനെയുള്ള എല്ലാ സംവിധാനം. അഡാസ് എന്താണ് നമ്മൾ വിശദീകരിക്കുന്നത്, കാരണം എല്ലാ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളും അഡാസിന്റെ ലെവൽ 2 ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് ലെവലിലേക്കുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മുടെ മെഴ്സീഡസ് ബെൻസിലേക്ക് വരുന്ന സമയത്തുള്ളത്. പിന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് അതൊരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഉണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു ക്യാമറയിൽ കൂടെ അത് കാണാൻ പറ്റില്ല. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ നമുക്ക് കാണുന്നത്. ഈ ഗ്ലാസിനകത്ത് തന്നെ നമുക്കൊരു ഓഗ്മെന്റഡ് റിയാലിറ്റി വരുന്ന ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഉണ്ട്. അതായത് ബിറ്റ് കളർഫുൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുന്നത്, ഈ സ്ക്രീനിലുള്ള കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അതിനകത്ത് കുറച്ച് സാധനങ്ങൾ അങ്ങനെ കൊണ്ടുവരാൻ പറ്റും അല്ലേ? നാവിഗേഷന്റെ നോട്ടിഫിക്കേഷൻസ് ഉൾപ്പെടെ അതിൽ നമുക്ക് വരാനായിട്ട് പറ്റും. അപ്പൊ അത് ഭയങ്കര രസമാണ്. കാരണം നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കേണ്ട റോഡിൽ തന്നെ നമുക്ക് ഈ റോഡിൽ നമ്മൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഗ്ലാസിൽ തന്നെ നമുക്ക് ആ ഒരു ഡിസ്പ്ലേസും കാര്യങ്ങളും ഹൈ സ്പീഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മളെ റോഡിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറിയാൽ തന്നെ ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് അല്ലേ? ഇനി അടുത്തൊരു ആ ഗ്ലോ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാമോ? ഓക്കെ, അവിടെ ഒരു ഗ്ലൗ ബോക്സ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്കുണ്ട്. അതൊരു കൂൾഡായിട്ട് വരുന്ന ഒരു ഗ്ലൗ ബോക്സ് ആണ്. അടച്ചു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഏകദേശം ഫ്രണ്ടിലുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഹനത്തിന്റെ കീ ആണ് കേട്ടോ, പൊട്ടിക്കാതെ നല്ല കവറിലകത്താക്കി ഭംഗിയായിട്ട് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഇവിടെ ഒരു കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഫോണാണ് മൂടിയൊക്കെ വെക്കാം. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ 360 ഡിഗ്രിയുടെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പല രീതിയിലുള്ള ആംഗിൾസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2 മിറേഴ്സിനകത്തും ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഡിറ്റക്ഷൻ ഉണ്ട് അല്ലേ? നമ്മളിപ്പം ഈ ഒരു വശത്ത് നമ്മൾ ഓവർടേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ വശത്ത് നിന്ന് എന്തെങ്കിലും വണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ റെഡ് കളറിൽ അവിടെ ബ്ലിങ്ക് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ആക്സിഡന്റ് ഉണ്ടാകാതിരിക്കേണ്ട എമർജൻസി ബ്രേക്കിംഗ് ഓൺ ആയി കഴിഞ്ഞാൽ അതും വർക്കാം അഡാസിന്റെ ഭാഗമായിട്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വണ്ടിക്കകത്ത് ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട് കേട്ടോ. ഡ്രൈവിംഗ് മോഡ്സ് എന്ന് പറയുമ്പം നമുക്ക് ഇവിടെ ഡൈനാമിക്, കംഫോർട്ട്, എക്കോ, സ്പോർട്സ്, ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ആയിരിക്കാം അല്ലേ? അതെ, അപ്പൊ അത്രയുണ്ട്. പിന്നെ ഈ റീജനറേഷൻ ആണ് ഈ വണ്ടികൾ, എനർജി റീകൂപ്പറേഷൻ ആണ് അല്ലേ? ബ്രേക്കിംഗ് ചെയ്യുന്ന എനർജി ചാർജിലോട്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ ഒരു വശത്തെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അത് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിക്കലി നമ്മുടെ ഒരു ഡാഷ്ബോർഡിലെ അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ കാഴ്ചകളാണ് പ്രധാനമായിട്ട് ഇത്രേ ഉള്ളത്. പിന്നെ ഈ റൂഫിലേക്ക് വരുന്ന സമയത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓട്ടോ ഡേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു IRVM ഉണ്ട്. അതുപോലെ റഡാറിന്റെ ഫംഗ്ഷൻസ് ഉൾപ്പെടുത്തുന്ന ക്യാമറ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2 വശത്തായിട്ട് നമുക്ക് സൺവൈസേഴ്സ് കാണാം. അതിനകത്ത് വാനിറ്റി മിറേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്കറിയാം. അപ്പം ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഈ വശത്തേക്ക് വരുമ്പോൾ റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റീഡിംഗ് ലാമ്പിന് ഒരു ക്ലസ്റ്ററാണ്. ഇത് കൂടാതെ നമുക്ക് ഈ സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊരു പാൻഡമിക് ആയിട്ട് വരുന്ന ഒരു വലിയൊരു സൺറൂഫാണ്. അപ്പം മൊത്തം ഞാൻ ഓപ്പണായി കാണിക്കുന്നില്ല, കാരണം സൺറൂഫ് ഒക്കെ എന്താണെന്നും പാൻഡമിക് എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഇന്റീരിയറിലുള്ള അല്ല ഫ്രണ്ടിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നമുക്കിനി ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയാം. പിന്നെ ഇലക്ട്രിക് കാർ ആകുന്ന സമയത്ത് ഇതിന്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ ഏത് ചെറിയ ഇലക്ട്രിക് കാർ എടുത്തെന്ന് പറയുന്നത്, ഈവൻ ടാറ്റയുടെ ടിയോഗ ആണെങ്കിൽ നിങ്ങൾ ഓടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഐസ് വണ്ടി അല്ലെങ്കിൽ ഐസ് എഞ്ചിനുള്ള ഇന്റർണൽ കമ്പസ്റ്റനുള്ള എഞ്ചിൻ ഓടിക്കുന്ന വാഹനവും ഇലക്ട്രിക് വാഹനം തമ്മിലുള്ള പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനിഷ്യലായിട്ടുള്ള ഹെവി ടോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മെഴ്സീഡസ് ബെൻസ് പോലൊരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 70 kW ആണ് നമുക്ക് ഇത് ബാറ്ററി വരുന്നത്. ഇത് 187 PS ആണ് അല്ലേ? 187 PS അല്ലേ? അതുപോലെ 385 Nm ടോർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഹ്യൂജ് ആയിട്ടുള്ള ടോർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ടോപ്പ് സ്പീഡ് 160 km ആണ് പറയുന്നത്. അതുപോലെ 0 to 100 എത്ര സെക്കൻഡ് ആണ്?
8.6 സെക്കൻഡ് അല്ലേ? 8.6 സെക്കൻഡ്സ് കൊണ്ട് തന്നെ 100 ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. പിന്നെ അത് ഓടിക്കാൻ പാകത്തുള്ള റോഡുകൾ ഇപ്പൊ നിലവിൽ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം പറഞ്ഞത്. കാരണം നല്ല ഹെവി ട്രാഫിക് ഒക്കെ നിൽക്കണല്ലേ, നമുക്കൊന്ന് കാലും എടുത്ത് ഓടിക്കാമായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഈ വാഹനത്തിന്റെ മറ്റുള്ള വിശേഷങ്ങൾ പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സേഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മെഴ്സിഡസ് ബെൻസിന്റെ കാര്യത്തിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു ബ്രാൻഡാണ്. പ്രത്യേകിച്ച് ബോഡി ക്വാളിറ്റി ഇതൊന്നും അതിനെക്കുറിച്ച് നമ്മൾ കമന്റ് ചെയ്യുന്നതിനെ മോശമാണ്. കാരണം അത്രയ്ക്കും ലോകോത്തര തരത്തിലൊക്കെയാണ് ഇതിന്റെ ഇന്റീരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ നമുക്ക് 9 എയർ ബാഗ്സ്, അതുപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾസ്, അതുപോലെ മറ്റേ നമുക്ക് വേണ്ടുന്ന ഇതുപോലെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് മെഴ്സിഡസ് ബെൻസിന്റെ ഈ QA എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പൊ സിബി ചേട്ടാ, ഇതിനകത്ത് ഇനിയിപ്പോ ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ട്? ഇതിനകത്ത് ഒരു കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ? മെഴ്സിഡീസ് മീ കണക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കസ്റ്റമർ യൂസ് ചെയ്യുന്ന കസ്റ്റമറുടെ ഫോൺ വണ്ടിയുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന രീതിയിൽ മെഴ്സിഡീസ് മീ കണക്ട് എന്നൊരു ആപ്പ് അദ്ദേഹത്തിന് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ആ ആപ്പ് വഴി വണ്ടിയുടെ ഫുൾ കൺട്രോൾസ് അദ്ദേഹത്തിന് ഫോൺ വഴി ചെയ്യാം. ലൈക്ക് നമ്മുടെ റിമോട്ടായിട്ട് അത് നമ്മുടെ ഇതിൻ്റെ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ കൺട്രിക്ക് പുറത്താണെങ്കിൽ പോലും ഇന്ത്യക്ക് പുറത്തിരുന്നുകൊണ്ട് വേണമെങ്കിലും ഇന്ത്യയിൽ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള വണ്ടി അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. എവിടെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ വിൻഡോസ് ഓപ്പൺ ആണെങ്കിലോ ഹെഡ് ലാമ്പ്സ് ഓപ്പൺ ആണെങ്കിലോ അത് ക്ലോസ് ചെയ്യാനും അത് മോണിറ്റർ ചെയ്യാനും. പിന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ആണ് അദ്ദേഹം ഇരിക്കുന്നത്. വണ്ടി പുറത്ത് വെയിലത്ത് പാർക്കിങ്ങിൽ കിടക്കുകയാണ്. അദ്ദേഹം വരുമ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് അദ്ദേഹത്തിന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് AC ഓൺ ആക്കിയിട്ട് വണ്ടി നല്ല കൂളിംഗ് ആക്കി വെക്കാനുള്ള ഒരു ഓപ്ഷനും ഈ മെഴ്സിഡീസ് മീ ആപ്പ് വഴി അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു സെഗ്മെന്റ് കാറുകളിൽ വേറെ ആരും കൊടുക്കാത്ത പ്രീ സേഫ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ നമ്മുടെ പ്രീ സേഫ് എന്നാണ് ആ കാർ. അതായത് നമ്മുടെ വണ്ടി എപ്പോഴെങ്കിലും ഒരു ആക്സിഡന്റ് സിറ്റുവേഷൻ പ്രോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ നമ്മുടെ വണ്ടി നമുക്ക് തരുന്ന കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സിനെയാണ് ഈ പ്രീ സേഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൂഡിങ് നമ്മൾ ഈ കാറിൽ കയറി ചേട്ടാ ഈ വണ്ടി നമ്മുടെ ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ സീറ്റ് ബെൽറ്റ് ഒന്ന് ടൈറ്റ് ആയത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ആ ടൈറ്റ് ചെയ്ത് ആ പൊസിഷനിലോട്ട് നമ്മളെ സീറ്റിലോട്ട് വണ്ടി സീറ്റ് ബെൽറ്റ് നമ്മളെ ചേർത്തങ്ങ് വയ്ക്കും. പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും സീറ്റിൽ ഏതെങ്കിലും നമ്മൾ ഒരുപാട് റിക്ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു 90 ഡിഗ്രി പൊസിഷനിലോട്ട് കൊണ്ടുവന്ന് നിർത്തും ആ സീറ്റിനെ. എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ സീറ്റ് എയർ ബാഗ്സ് എക്സ്പ്ലോഡ് ആവുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ആ ഒരു പൊസിഷനിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് സീറ്റ് റിക്ലൈൻ ചെയ്ത് ആ 90 ഡിഗ്രിയിൽ കൊണ്ടുവയ്ക്കുന്നത്. വിൻഡോസ് എന്തെങ്കിലും ഓപ്പൺ ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യുക. ഇങ്ങനത്തെ കുറച്ചധികം ഫീച്ചേഴ്സ് ഇതെല്ലാം ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്സ് കൊണ്ട് ഇതെല്ലാം നടക്കും. നമ്മൾ 100% അതിലുള്ള പാസഞ്ചർ സുരക്ഷിതരാണെന്ന് ഉറപ്പ്. പ്രീ സേഫ്. അപ്പൊ ഇതൊക്കെയാണ് ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും മികച്ച ഒരു വാഹനം പ്രത്യേകിച്ച് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിംഗിലാണ് വന്നിരിക്കുന്നത്. 72 ലക്ഷം രൂപ അല്ലേ? ഓൺ റോഡിൽ നമുക്ക് ഇറക്കാനായിട്ട് പറ്റും. ഇപ്പൊ ട്രിവാൻഡ്രത്ത് കോസ്റ്റൽ സ്റ്റാർ ആണ്. അപ്പം ഷോറൂംസ് ആക്ച്വലി തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും ടെസ്റ്റ് ഡ്രൈവ്സ് ഒക്കെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയ വാഹനങ്ങളൊക്കെ ഇവർക്ക് ഓൾറെഡി ഉണ്ട്. അപ്പം ആ ടെസ്റ്റ് ഡ്രൈവ്സ് എല്ലാം ഇവർ അലോക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ എഴുതുക. അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ട് അത് ഒരിക്കൽ കൂടെ ഫോളോ ചെയ്യാണ്ട് ഓർപ്പിക്കുന്നു. സോ ദിസ് ഇസ് റോബിൻ, സൈനിങ് ഫ്രം ഫോർമേഷൻ. താങ്ക് യു.